കടലില് തിരമാലകൾ വന്ന് അടിക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു കാമിങ് ഫീലാണ്. എന്ത് ഫീലാണ്? അമലിനെന്താ തോന്നല്? കറക്റ്റ്. കാണുന്നതെന്ന് പറയുന്നത് എൻഡ്ലെസ്, അതായത് നമ്മുടെ ലൈഫാണത്. ഏതാണ് കാണുന്നത്? ഓക്കെ, ഒരറ്റയില്ല, ടെൽ മി മോർ. ഒരറ്റയില്ലാത്തൊരു ജീവിതത്തിന്റെ ഒരു ഇതാണ് കടലെന്ന് പറയുന്നത്. കടക്കൊന്ന് നോക്കിയാൽ നല്ലതാണ്. ചിലപ്പോൾ കടക്ക് യാത്രയിൽ മുങ്ങിപ്പോകാം, ചിലപ്പോൾ നമ്മൾ എൻ്റെ കടന്നു പോകാം, ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയൊക്കെയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. दिल अभी भरा नहीं, अभी ना जाओ छोड़ कर के दिल अभी भरा नहीं. अभी अभी तो आई हो, अभी अभी तो अभी तो आई हो. എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മള് അബൂഖാനൊന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടി ബീച്ചിൽ ചാടാൻ വന്നതാ. ഇതേണ്ട അബൂഖാക്ക് എറിഞ്ഞു പൊട്ടിക്കുന്ന പടക്കവും ഊതുമ്പോ കുമ്മളം വരുന്ന തോക്കും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ആര് വാങ്ങിച്ചു തരും? ഞാൻ വാങ്ങിച്ചു തരും. കാശ് കൊടുത്താൽ മതി. കാശ് ഞാൻ കൊടുക്കണം? ഞാൻ വാങ്ങിച്ചു തരാം. അത് പറ്റില്ല. പൈസ ഓക്കെ ഫൈൻ, ഞാൻ വാങ്ങിച്ചു തരാം. വൈക്കം ബീച്ച്, വൈക്കം ബീച്ച്, അമലിന്റെ വീടിന്റെ ഉള്ള വൈക്കം ബീച്ച്. ഇതാണ് വൈക്കം ബീച്ച്. മണ്ണില് നമ്മള് വീട്ടിൽ നിന്നുണ്ട്. റിട്ടയർഡ് വരുമ്പോ എന്താ ചെയ്യണ്ടേ? റിട്ടയർഡ് വരുമ്പോ റിട്ടയർഡിന്റെ കൂടെ പോണം. വീക്കറാവുന്ന സ്ഥലത്ത് നിന്ന് മാറി തിരിച്ച് നമ്മള് കരയിലോട്ട് കയറണം. കൃത്യമായിട്ട് പറഞ്ഞ ആക്ച്വലി ഒരു ജീവിതത്തിന്റെ മെറ്റഫറാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ പ്ലീസ് എലാബറേറ്റ്. റിട്ടയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് അണ്ടർ കറൻസ് ആണ്. ഓക്കെ, പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷയില്ല. ഓക്കെ, പക്ഷേ ഒരു കാര്യം ചെയ്യാവുന്നത് ഫ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് ത്രൂ. ഫൈറ്റ് ചെയ്യരുതെന്ന്, ഫൈറ്റ് ചെയ്യാൻ നോക്കരുത്. ഗോ വിത്ത് ദ ഫ്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്, പക്ഷെ ഇംഗ്ലീഷിൽ പറഞ്ഞാല് പോണല്ലേ. സ്ട്രക്ചർ, ഞാനൊരു ഫിൽറ്റർ ഇല്ലാത്തവനായി പോയി, എന്റെ പ്രശ്നമായി പോയി. സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കി കുറച്ചുകൂടി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ അത് കത്തിയാണ്. നമുക്ക് ഫിൽറ്റർ ഇല്ലാന്ന് സമ്മതിച്ചെന്നേ. പിള്ളേര് കളിക്കുന്നുണ്ട്. ശരി, ആര് ചോദിച്ചോക്കി ഞങ്ങൾ കളിക്കാൻ കൂട്ടോ? പറയും കളിക്കാൻ കൂട്ടോ? ഫോട്ടോ എടുത്ത് തരുമോ? കളിക്കാൻ കൂട്ടോ? രണ്ട് ഫോട്ടോ ഇങ്ങനെയല്ല, ഇത് വാട്സപ്പിലല്ലേ സെൻഡ് ചെയ്യാൻ പറ്റൂ? ഇല്ലടാ, അത് വീഡിയോയാ, ഫോട്ടോ അല്ല. എടുത്തിട്ട് ഇതാക്കണ, കമ്പ്യൂട്ടറിൽ കയറ്റിട്ട് ഫോൺ ഐഫോണല്ലേ ഉണ്ടോ? പാവങ്ങളടാ, നീ ക്യാമറ ഉണ്ട് ഐഫോൺ വെച്ച് എല്ലാവരും പോയി ഒഴിവാക്കി. ഗോളടിക്കണം. കളിക്കാൻ കൂട്ടോ നമ്മള്? ചെക്കൻ കുറച്ച് മുടയാൻ തോന്നുന്നു. ചെക്കൻ കുറച്ച് യൂട്യൂബിൽ വീഡിയോ ഇല്ലെങ്കിൽ തരൂല. ഐഫോണിൽ കളിക്കാൻ കൂട്ടുണ്ടെങ്കിൽ ഐഫോൺ പണയം വെക്കണം. വീഡിയോ അയച്ചാൽ കൂട്ടാൻ ചോദിച്ചാലോ? വെറുതെ പറ്റിച്ചാൽ ഐഫോൺ ഉണ്ട്, അമലിന്റെ ഐഫോൺ കാണിച്ചു കൊടുക്കാം. ശരിയാ. കടലിന്റെ മക്കളാ. महक तोले नजर जरा बहक तोले, ये शाम ढल तोले जरा, ये शाम ढल तोले जरा, ये दिल संभल तोले जरा. मैं थोड़ी देर जी तो लूं, नशे के घूंट भी तो लूं, नशे के घूंट पी तो लूं. अभी तो कुछ कहा नहीं, अभी तो कुछ सुना नहीं. മറ്റേ വലിയ സൈസുള്ള സാധനത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് സർഫ് ചെയ്യുന്നത്. ചെയ്യുന്നതാണെന്നുള്ള പെട്ടെന്ന് ഇതായി പോകുന്നു. ഞാൻ സർഫ് ചെയ്യൂട്ടോ, അറിയില്ലേ? സ്കേറ്റിംഗ് ചെയ്യല്ലേ? ഞാൻ സർഫ് ചെയ്യും, അറിയില്ല. ഞാൻ സർഫ് ചെയ്യുന്ന അറിയോ എനിക്ക്? ഇല്ല. ഞാൻ സർഫ് ചെയ്യും. സർഫ് കുറേ ഉണ്ടായിരുന്നു അതിന് മുമ്പ്. ഉള്ള കാര്യമാണ്. സർഫ് ബോർഡ് ഉണ്ട് എൻ്റെ അടുത്ത്, ഇപ്പൊ സർഫ് ചെയ്ത് കാണിച്ചു തരും. എങ്ങനെ എവിടെ നിന്ന് ഓടിച്ച് എന്നെ പുച്ഛിക്കല്ല അബു ഇങ്ങനെ. സ്കേറ്റിംഗ് എന്നാ നീ സ്കേറ്റ് ചെയ്യോ? കണ്ടില്ല നീ? ഞാൻ കാണിച്ചാലോ. സ്കേറ്റ് ബോർഡറല്ലേ OG. തൃശ്ശൂരിൽ സ്കേറ്റ് ബോർഡിങ് കൊണ്ടുവന്നത് ഞാനാണ്. അറിയില്ല, സാധനല്ല, അമേച്ചറല്ല, പ്രോ. കഠിന പ്രയത്നത്തിന് ശേഷം ബോൾ നമ്മൾ അക്വയർ ചെയ്തു. ഇത് പിടി. ചെക്കന്മാരായിട്ട് വില പേശി. ചെക്കന്മാർക്ക് ഐഫോൺ വേണമെന്ന് പറഞ്ഞു. ഐഫോണിൽ നമ്മൾ 2 ഫോട്ടോ എടുത്തു കൊടുത്തു. അവർ ബാർട്ടർ സിസ്റ്റമാണ്. ജെന്യൂനായിട്ടൊന്നും ഇവിടെ ആർക്കും സ്നേഹമില്ല, പക്ഷെ
നമുക്ക് വേണ്ട നമ്മൾ അവസാനം സാധിച്ചെടുത്തു. നമ്മൾ കുറച്ച് സ്കിൽസ് കാണിച്ചു തരാം. കമാ എന്തേ ഇർഫാന്റെ കാലില് കുപ്പിച്ചില്ലായിരുന്നോ? എന്തോ സാധനം കുത്തി കയറി. ചോര ഒരു ആവശ്യം ഉണ്ടായില്ല, വെറുതെ എന്തുമാതിരി ചോര കൈസ്. കുപ്പിച്ചില്ലാണോ? കുപ്പിച്ചില്ലാണെങ്കിൽ സീനാ മുറിഞ്ഞടാ. ചെറിയൊരു കയ്യമ്മളി സംഭവിച്ചു. കാലമ്മളി എന്താ കൈ കാല് മുറിച്ചോളേണ്ടി വരുമോ? എന്തിലാ ചവിട്ടിയെന്ന് അറിയില്ല. പന്ത് കളിക്കാനുള്ള ഒരു ആഗ്രഹം കാരണം ചോര കണ്ടാൽ എന്തോ ഉണ്ടല്ലോ ചൊല്ലി. ചോര കണ്ട എന്താ? ചോര കണ്ടാൽ കളി കിട്ടും. വൃത്തി. അമ്മേ, എന്താ ഉപ്പുവെള്ളത്തിലാ കഴുകാൻ പോകുന്നേ? ഉപ്പുളത്തി കഴുകാം. ഉപ്പുവെള്ളത്തിൽ കഴുകണോ? വേണ്ടല്ലേ? എന്തായാലും ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്നൊരു ചൊല്ല് കുറച്ച് നീ ഫെമിലിയർ ആണോ? ഇടിവെട്ടിയവന്റെ പാമ്പ് കടിച്ചവന്റെ തലയിൽ വേറെന്തോ വീണെന്നും കൂടി പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടി വീണ്ടും എന്തും വെട്ടി, അതായത് രണ്ടിന്റെ കൂടെ വേറൊന്നും കൂടി സംഭവിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ കുടിച്ചിട്ട് നീ കാലിന് വെച്ചാൽ നീ കുടിക്കണം പോലെ, നിനക്കല്ലേ അത്യാവശ്യം. നീ വെള്ളം കുടി. കാല് കഴുകാൻ വേണ്ടി വെള്ളം വാങ്ങിച്ചാ. അവനാണെങ്കിൽ വെള്ളം നീയും കുടി. അവന് കുടിക്കട്ടെ കുറച്ച് വെള്ളം. അത്യാവശ്യങ്ങൾ നടക്കട്ടെ ആദ്യം. എല്ലാവരും കൂടി ഒന്ന് കാലിന് പിടിച്ചു തരും ആരെങ്കിലും. ശകുന്തളയുടെ കാല് ബുദ്ധിച്ചവൻ. എന്താണ് തിരക്കെന്താണ്? ഇതൊന്ന് കണ്ടിട്ട് എന്റെ കാലിനെ വേനെടുക്കുന്നു. കഴിഞ്ഞു. സെറ്റായോ? എവിടെ ഇവിടെയല്ലേ വേന ഒന്നും കേറിട്ടൊന്നുമില്ല. എവിടെ? ചോര കഴിഞ്ഞാ? കഴിഞ്ഞ് ചോര ക്ലോട്ട ഞാൻ പറഞ്ഞു. ഓക്കെ, സെറ്റാണ്. അപ്പോൾ പേടിക്കണ്ട. കുറച്ച് വെള്ളം ഒഴിക്കും. പിടിച്ച വള്ളികളിൽ ചെറുതായിരുന്നു. ഒന്നും പറ്റിയിട്ടില്ല, സേഫാണ്. തിരിച്ചു കളിക്കാൻ പോയാലോ? എന്നാൽ തിരിച്ചു ഒന്നും പോയിട്ട് രണ്ടു കൂടി പന്ത് കിട്ടാല്ലേ? സേഫാണ്. ചെറുതായിട്ട് കുത്തി കയറി. കുറച്ച് വെള്ളം തരും ഇപ്പോൾ കുടിക്കാൻ. കുറച്ച് ചോര രക്തം പോയി. ഇതിന്റെ കാലെ കൊണ്ടായിരുന്നു. രക്തം മാറുന്നു. ഇതിന്റെ കാലെ കൊണ്ടായിരുന്നു. എന്തോ ചൊല്ലും. രക്തം കണ്ടാൽ എന്തോ ഉണ്ട്, ഞാൻ മറന്നു. ചോര കണ്ടാൽ ചോര കണ്ട എന്തോ സംഭവം ഉണ്ട്, ഞാൻ മറന്നു. പ്രഡിക്ഷൻ പറ. നടക്കോ? ഇങ്ങനത്തെ തീറ്റ കളിയൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. ടെർഫ്